ഇപ്പോൾ സമയം ഏതാണ്ട് 3-3:30 ആയി കാണും. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ, സഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഓൾറെഡി കുറച്ച് സർപ്രൈസസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നന്നായി ഒന്ന് 3G ആയി പോയി. കാരണം കേക്കൊന്നും ഓർഡർ ചെയ്തതൊന്നും സെറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഓൾമോസ്റ്റ് ഷിഫ്റ്റിലായിരുന്നു. അതുകൊണ്ട് ചെറുതായി മുഞ്ചിപ്പോയി. പിന്നെ നമ്മളോടെ കളി കേക്കില്ലെങ്കിൽ പിസ്സ, അത് തന്നെ ആ നേരത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇത് മാത്രം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ 2 പിസ്സ ഓർഡർ ചെയ്ത് നേരെ അവളെ കൊണ്ട് മുറിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പിന്നെ അതൊക്കെ കുത്തിയിരുന്ന് തിന്ന് പിന്നെ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ എനിക്ക് വീട്ടിൽ പോകാനുള്ളതാണ്. ഇന്ന് ഇവിടെ തന്നെ ഇരുന്ന് ആഘോഷിക്കാമെന്നാണ് പ്ലാൻ ചെയ്തെങ്കിലും ഇന്ന് നാട്ടിൽ പോകേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി ആലുവയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ എത്തി റെഡിയായ അങ്ങനെ നേരെ ഞാൻ സോനയുടെ കല്യാണത്തിന് പോവാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെയാണ് പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഓടിപ്പഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാരേജ് ഫംഗ്ഷൻ അത്രയും സ്പെഷ്യലായതുകൊണ്ടാണ് ഞാൻ ഓടിപ്പാഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേനും അനുവിനെ കണ്ടുമുട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണമൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഗുലാബ് ജാമും ഐസ്ക്രീമും തിന്നുമ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഥ പറഞ്ഞ് തീരാത്തത് കൊണ്ട് തന്നെ ഈവനിങ് ആയപ്പോൾ ഞാനും അനുവും കൂടെ വീണ്ടും മായന്നൂർ പാലം പോയി കുറേ നേരം ഇരുന്നു. പിന്നെ എൻ്റെ വാച്ചൊക്കെ ഒന്ന് ശരിയാക്കി നേരെ വീട്ടിൽ